മരംകേറികൾക്ക് ഇതൊരു അവസരമാണ്. ഏറ്റവും ഉയർന്ന സാലറിയും ബോണസും ഒക്കെ ഇത്തരം ബോർഡുകൾക്കാണ് ലഭിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഒരു മേഖല എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് പുറം പണി ചെയ്യാനുള്ള ആരോഗ്യം സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഉണ്ടായിരിക്കണം. നമ്മുടെ ജോലിക്ക് അനുസൃതമായിട്ടുള്ള കായികക്ഷമത നമുക്ക് ഉണ്ടായിരിക്കും. ഏകദേശം 10,000-4,000 വേക്കൻസി വരുന്നുണ്ട്. അത്രയൊന്നുമല്ല, അതിൽ കൂടുതൽ 1000 വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. KSEB മസ്ദൂർ അല്ലാന്നുണ്ടെങ്കിൽ വർക്കർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ നമ്മൾ അറിയിപ്പ് തന്നതാണ് ഈ നോട്ടിഫിക്കേഷൻ ഇതാ വരാൻ പോകുന്നല്ലേ നമ്മൾ അല്ലേ ക്വാളിഫിക്കേഷൻ റിവൈസ് ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ആ ഒരു റിവൈസ്ഡ് ക്വാളിഫിക്കേഷൻ കേരളം അംഗീകരിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്. ഇനി 10ാം ക്ലാസ് ജയിക്കണോ തോക്കണോ എന്നുള്ള കാര്യം പറഞ്ഞാണ്. അപ്പോൾ മുന്നത്തെ ക്വാളിഫിക്കേഷൻ ഒന്ന് പറയാം ആദ്യം തന്നെ. ആദ്യം എന്ന് വെച്ചാൽ 7ാം ക്ലാസ്സും സൈക്കിൾ സവാരിയും അത്രയും മാത്രം മതിയായിരുന്നു. പിന്നെ പുറം പണി ചെയ്യണം, നല്ല കായികക്ഷമത ആവശ്യമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ചോദ്യം സ്ത്രീകളുണ്ടോ, ഉറപ്പാണോ? ഉറപ്പായിട്ടും ഉണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് പരിഷ്കരിച്ചു. ഇവിടെ തുല്യതയാണ് നമ്മളെ സർക്കാർ നോക്കുന്നത്. അപ്പൊ എന്തായാലും സ്ത്രീകൾക്കുണ്ട്, ആ ഒരു ചോദ്യം വേണ്ട. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെടുത്തിയ ചോദ്യമാണ് കുട്ടികൾക്ക് എപ്പോഴും പ്രധാനമായിട്ടുണ്ടാവുക. അതൊന്ന് പറയാമോ? ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് 10ാം ക്ലാസ് പാസ് ആയിരിക്കണം, നമ്മുടെ പഴയ രീതി മാറിയിട്ട് 10 പാസ്. രണ്ടാമതൊന്ന് ഇലക്ട്രീഷ്യൻ, പിന്നെ വയർമാൻ ട്രേഡ്. ആ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾ അറിയായിരിക്കും. അതും ലേഡീസ് കുറവായിരിക്കും അല്ലേ? കുറവായിരിക്കും. എന്തായാലും ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ഈ 2 ട്രേഡിൽ നിന്നുള്ള ITI സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. ഇനിയിപ്പോ നോക്കി ITI ഇനി അതിനൊരു തള്ളിക്കയറ്റമായിരിക്കും. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യാസം കൊണ്ടുവന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്. കാരണം നമുക്ക് ഈ മസ്ദൂർ തസ്തികയിൽ കയറുന്ന ആൾക്കാർക്ക് പിന്നെ ഫർദർ എന്താണ് പ്രൊമോഷനുള്ള സാധ്യത അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവരെ ലൈൻമാൻ ആയിട്ടും പിന്നെ ഓവർസിയർ ആയിട്ടൊക്കെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ കയറുന്ന തസ്തിക എന്താണെന്ന് നോക്കണ്ട, കിട്ടില്ല പോസ്റ്റാണ് വരാൻ പോകുന്നത്. പ്രൊമോഷനൊക്കെ ആയി സാറെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രൊമോഷനൊക്കെ ആയി അടിപൊളി ഒരു പോസ്റ്റിലോട്ട് നമുക്ക് പോസ്റ്റിലേക്കൊക്കെ എത്താൻ പറ്റട്ടെ. സാലറി സ്കെയിൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള ബോർഡുകൾ പറയുമ്പോൾ. ഉറപ്പായിട്ട് നമ്മൾ അതാണല്ലോ അത് നോക്കുന്നത്. ബോർഡുകളിൽ അത്യാവശ്യം സാലറി കിട്ടുന്നത് KSFE, KSEB, അതുപോലെ ബെവ്കോ അല്ലെ ഏറ്റവും ഉയർന്ന സാലറിയും ബോണസും ഒക്കെ ഇത്തരം ബോർഡുകൾക്കാണ് ലഭിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഒരു മേഖല എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇനി പരീക്ഷ എന്നാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പരീക്ഷ നോട്ടിഫിക്കേഷൻ എന്നാണെന്നുള്ള ചോദ്യമാണ് അടുത്തായിട്ടുള്ളത്. അത് ഉടനെ വരും എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പ്. ഏപ്രിൽ അല്ലെങ്കിൽ മെയ്, ഈ 2 മാസത്തിനകം വരും. അതായത് ഏപ്രിൽ ആകാൻ പോകുന്നു, നമ്മുടെ മാർച്ച് തീർന്നു. അപ്പൊ ഉടൻ തന്നെ വരും. അപ്പൊ ഇതിനോടൊപ്പം വരുന്ന ഏറ്റവും വലിയ അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ കായികക്ഷമതാ പരീക്ഷയാണ്. കായികക്ഷമതാ പരീക്ഷ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊന്ന് പുറം പണി ചെയ്യാനുള്ള ആരോഗ്യം സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഉണ്ടായിരിക്കണം. നമ്മുടെ ജോലിക്ക് അനുസൃതമായിട്ടുള്ള കായികക്ഷമത നമുക്ക് ഉണ്ടായിരിക്കും. വേണമെന്ന് അന്ന് തന്നെ നമ്മുടെ കേന്ദ്ര കമ്മീഷൻ വ്യക്തമാക്കിയതാണ്. അപ്പൊ അതിനോടൊപ്പം നമുക്കിപ്പോൾ നിലവിൽ പോസ്റ്റിൽ കയറുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി പോസ്റ്റിൽ കയറിയിട്ടുള്ള ജോലികൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ മാത്രം പോരാ, ഇറങ്ങാൻ വേണം. അപ്പൊ കഴിഞ്ഞ നമ്മുടെ പോഡ്കാസ്റ്റിന്റെ തമ്പനിൽ എന്നെ മിസ് പോസ്റ്റിന്റെ മണ്ടേ ഇരിക്കുന്നതായിരുന്നു. അതിവിടെ യാഥാർത്ഥ്യമാകണ്ട. ഞാൻ പോസ്റ്റിന്റെ മണ്ടേ കയറിയത് ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. നമുക്കറിയാം സുഹൃത്തുക്കളെ, നമുക്ക് അന്വേഷിക്കാം എന്താണ് വനിതകൾക്കും കയറണോ, ഇപ്പൊ ഞാൻ കയറേണ്ടി വരുമോ എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടില്ല. പക്ഷെ പുരുഷന്മാർക്ക് കയറിയേ പറ്റും. അതൊരു ടെസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 9 മീറ്റർ പോസ്റ്റ് 8 മിനിറ്റ് കൊണ്ട് കയറി ഇറങ്ങണം. ഇതാണ് നിങ്ങൾക്കുള്ള ടാസ്ക് എന്ന് പറയുന്നത്. 8 മിനിറ്റ് നമ്മുടെ മുന്നിൽ കിട്ടും. പണ്ട് സത്യം പറഞ്ഞാൽ എനിക്കിത് വായിച്ചപ്പോഴേ എനിക്ക് ഓർമ്മ വന്നതെന്നറിയാമോ, പണ്ട് ഈ ഓണത്തിനൊക്കെ മുളയിൽ എണ്ണ തേച്ചിട്ട് മുള കയറ്റൽ മത്സരം ഉണ്ടല്ലോ, എനിക്കതാണ് ഓർമ്മ. അത്രയും പാടില്ലാത്ത സംഭവമാണ് പോസ്റ്റ് കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു മരത്തിൽ ഗ്രിപ്പ് ഉണ്ടല്ലോ, നമുക്ക് അതിനുള്ള ഗ്രിപ്പ് ഉണ്ടാവും. പിന്നെ ഒരു പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതിൽ പേടിച്ചാൽ രക്ഷയില്ല. ഉയരം പേടിയുള്ള ആൾക്കാർക്ക് രക്ഷയില്ല. മരത്തിലൊക്കെ കയറുന്ന ശീലം ഒക്കെ ഒന്നും ഉണ്ടാക്കിയെടുക്കുക. മരംകേറികൾക്ക് ഇതൊരു അവസരമാണ്. ഓക്കെ, അപ്പൊ എന്നാൽ പുരുഷന്മാർക്ക് നിർബന്ധമായിട്ടും കയറിയേ പറ്റത്തുള്ളൂ, അതിന് സംശയമൊന്നുമില്ല. വനിതകളുടെ കാര്യം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അവിടെ എന്തായാലും ഒരു ഇളവ് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റുള്ള കായികക്ഷമതാ പരീക്ഷകളിൽ വനിതകൾക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കിപ്പം ലേഡീസിന് ഇപ്പോൾ നമ്മുടെ പോലീസിന്റെ പരീക്ഷ ആണെങ്കിലും മസ്ദൂറിലാണെന്നുണ്ടെങ്കിലും അവർ മറ്റുള്ള കാര്യങ്ങൾ, അപ്പോൾ വെയിറ്റ് ക്യാരിങ് കപ്പാസിറ്റി, അതുപോലെ ഓട്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള 2-3 ടെസ്റ്റാണുള്ളത്. PSC സാധാരണ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് അവിടെ ഇളവ് കൊടുക്കാറുണ്ട്. കിട്ടണം. ഓക്കെ, അപ്പൊ അത് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ഉള്ളത് ഇതിന്റെ സിലബസ് ആണ്. അപ്പോൾ എവിടെ പഠിക്കാം എന്നൊരു ചോദ്യം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. നോട്ടിഫിക്കേഷൻ വരട്ടെ. നോട്ടിഫിക്കേഷൻ നിങ്ങളിപ്പോൾ നിലവിൽ മസ്ദൂർ പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സഹകാരിയോടൊപ്പം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സിലബസ് എന്തായിരിക്കും എന്നൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ട്. ഉറപ്പായിട്ട് ഇനി ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ സിലബസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 7ാം ക്ലാസ് ബേസ് ആയിട്ട് LGSന്റെ സിലബസ് ആണ്. അത് പഠിച്ചാൽ മതിയാവും.
ഇപ്പൊ എന്തായാലും അത് മതിയായില്ല. ഇല്ല, ഒരിക്കലും ക്വാളിഫിക്കേഷൻ കൂടിയില്ലേ? ക്വാളിഫിക്കേഷൻ മാറി. 10ാം ക്ലാസ്സും അതിനോടൊപ്പം നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരിക്കും, ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അതിനാണല്ലോ ക്വാളിഫിക്കേഷൻ ഒക്കെ മാറ്റി ഇങ്ങനെ ഇത് വരുന്നത്. സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരിക്കും. സ്പെഷ്യൽ ടോപ്പിക് 50 കുറഞ്ഞ 50 മാർക്കിനെങ്കിലും. ഇലക്ട്രിക്കലും അതുപോലെ വയർമാൻ ഡിപ്ലോമ രണ്ടും ഏകദേശം സെയിം ആണ്. അപ്പോൾ രണ്ടിന്റെ സിലബസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. മുൻകൂട്ടി തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ പഠിച്ചു വന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ IT പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ, 10ാം ക്ലാസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ, നമുക്ക് കേരളത്തിൽ നിൽക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു കിഡിലൻ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിന് വേണ്ടിയിട്ട് നല്ല മത്സരം ഉണ്ടാവും. എത്ര വേക്കൻസി ഉണ്ട് ഇപ്പോൾ? എത്ര ഒരുപാടുണ്ട്. കാര്യം സാറ് പറയാ പണ്ടങ്ങാണ് വിളിച്ചത്, എന്റെ ഓർമ്മയിൽ പോലും ഇല്ല. സാറിന്റെ ഓർമ്മയിലുണ്ടോ? എന്റെ ഓർമ്മയിലുണ്ട് കേട്ടോ. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊക്കെ മുടി വെട്ടാനൊക്കെ പോകുന്ന കടയിലൊക്കെ ഇരുന്ന് ആ ചെറിയ 6ാമത്തെ വയസ്സ് 7ാമത്തെ വയസ്സൊക്കെ ഇതൊക്കെയാണ്. അവിടെയൊക്കെയും ചേട്ടന്മാര് പറയുന്നു അന്ന് വോളിബോൾ കളിക്കാൻ ചേട്ടന്മാരൊക്കെ അത് അപേക്ഷിച്ച് എനിക്ക് അറിയാം, നല്ല ഓർമ്മയുണ്ട്. സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന പുതിയ ആൾക്കാർ അങ്ങനെ. അപ്പോൾ എന്റെയൊക്കെ ചെറിയ പ്രായത്തിൽ നടന്നൊരു സംഭവമാണ് കഴിഞ്ഞ KSB മസ്ദൂർ പരീക്ഷ. അപ്പോൾ അവിടെ ഈ ക്വാളിഫിക്കേഷനെ ബന്ധപ്പെടുത്തി ഇത്രയും ഒരു ഡിലേ കടന്നത്, ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ഡിലേ വന്നത്. ഇത്രയും കാലം പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ വർക്ക് ചെയ്യുകയായിരുന്നു. ഏകദേശം 10,000 വേക്കൻസി 1000 വേക്കൻസിയിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യുക, ആദ്യ റാങ്കുകളിലേക്ക് എത്തുക, ആദ്യത്തെ പോസ്റ്റിംഗ് കരസ്ഥമാക്കുക, ആദ്യത്തെ പ്രൊമോഷൻ നേടി നിങ്ങൾ നമ്മുടെ KSB വകുപ്പിലെ AE അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് എത്തട്ടെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിപ്ലോമ എല്ലാം പഠിക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അപ്പോൾ എല്ലാവരും പൊരിച്ചു വെച്ച് പഠിച്ചു തുടങ്ങുക. താഴെ ഒരു ഫോൺ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. KSB മസ്ദൂറിന് പഠിച്ചു തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ അതിനകത്ത് കൃത്യമായിട്ട് മെസ്സേജ് ചെയ്യുക. നമുക്കൊരു ഗ്രൂപ്പിലേക്ക് വരാം. ഗ്രൂപ്പിലോട്ട് വന്നിട്ട് ഒരുമിച്ച് തന്നെ നമുക്ക് ഒരു വലിയ കൂട്ടത്തിനോടൊപ്പം തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പൊ നിങ്ങൾക്കും ഏകദേശം മനസ്സിലാവും ഇവിടെ എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് പറയുന്നതായി. അപ്പോൾ മക്കളെല്ലാവരും കയറി വരിക. അതിനോടൊപ്പം എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രിപ്ഷൻ അമർത്തുക, ഷെയർ ചെയ്ത് നിങ്ങളെ കൂട്ടുകാർക്ക് IT കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും വിജയാശംസ തരികയാണ്. താങ്ക് യു.